ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്നലത്തെ ന്യൂസ് പേപ്പറും 2 ദിവസം ന്യൂസ് പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ന്യൂസ് ആണ് ഫ്രണ്ട് പേജിലുള്ളത്. സെയ്നി ഈസ് ന്യൂ ഹരിയാന CM ആസ് BJP JJP അലയൻസ് സ്പ്ലിറ്റ്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ് ആദ്യത്തെ ന്യൂസ്. സെയ്നി എന്ന് പറയുന്നത് നയാബ് സിംഗ് സെയ്നിയാണ്. നയാബ് NAYAB നയാബ് സിംഗ് സെയ്നി. നയാബ് സിംഗ് സെയ്നി എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഹരിയാനയുടെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റു. ഇത്രയും കാലം അത് മനോഹർലാൽ ഖട്ടർ ആയിരുന്നു. നമ്മൾ തന്നെ പലതവണ മനോഹർലാൽ ഖട്ടറിന്റെ പേര് പറഞ്ഞുള്ളത്. ഏതാണ് തുടർച്ചയായിട്ട് 10 വർഷമായിട്ട് മനോഹർലാൽ ഖട്ടർ. ഇനിയിപ്പോൾ ഇലക്ഷന് കുറച്ച് നാളെ ഉള്ളു. അവിടെ ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഹരിയാനയിൽ ഇലക്ഷൻ വരും. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ BJPയുടെ കൂടെ ഒരു അലയൻസ് പാർട്ണർ ഉണ്ടായിരുന്നു, JJP. ഈ JJP എന്നുള്ള പാർട്ടിയായിട്ടുള്ള അവരുടെ അലയൻസ് ബ്രേക്ക് ആയിരുന്നില്ല. അപ്പം അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ഈ മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയിട്ട് BJP ഈ നയാബ് സിംഗ് സെയ്നിയെ അവിടുത്തെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. പുള്ളി വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള അവിടുത്തെ ഒരു OBC ലീഡറാണ്. അപ്പൊ ഈ പൊളിറ്റിക്സിന്റെ കൂടെ ഒരു ഭാഗമാണ് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ OBCസിന്റെ വോട്ട് കിട്ടുക. അവിടുത്തെ ഏറ്റവും വലിയ ജനവിഭാഗം OBC ആണ്. അപ്പൊ ഇതെല്ലാം BJPയുടെ ആ കാൽക്കുലേഷന്റെ ബാക്കിലുണ്ട്. ഹരിയാനയുടെ ഗവർണർ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ. ഗവർണർ ആണല്ലോ അപ്പൊ ചീഫ് മിനിസ്റ്ററിന് എപ്പോഴും സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. ഹരിയാനയുടെ ഗവർണർ ബന്ദാരു ദത്താത്രേയാണ്. ബന്ദാരു ദത്താത്രേയ. ഹരിയാനയുടെ ഗവർണർ ആരാണ്? ബന്ദാരു ദത്താത്രേയ. ബന്ദാരു ദത്താത്രേയ ഹരിയാന ഗവർണർ. ഇതാണ് ഫ്രണ്ട് പേജിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ്, ഇൻഫ്ലേഷൻ റിമെയിൻസ് അറ്റ് 5.1% ഇൻ ഫെബ് ബട്ട് ഫുഡ് പ്രൈസസ് ഗോ അപ്പ് എന്ന് പറയുന്നൊരു ന്യൂസാണ്. നമുക്കറിയാം എല്ലാ മാസവും നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. NSO ആണ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ഇൻഫ്ലേഷൻ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ WPI കാൽക്കുലേറ്റ് ചെയ്യും. WP ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. CPI കാൽക്കുലേറ്റ് ചെയ്യും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ബൈമന്ത്ലി നടത്തുന്ന ഒരു എക്സർസൈസ് ആണ് മോണിറ്ററി പോളിസി, വായ്പാ നയം എന്ന് പറയും. ഈ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇൻഫ്ലേഷൻ, ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 4% ആയിരിക്കണം എന്നാണ് RBIയുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. RBI ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മളൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4% നിലനിർത്താന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അങ്ങനെ അല്ല. ഇപ്പൊ 5% ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. 5.1%ലാണ് ഫെബ്രുവരിയിലെ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അപ്പൊ ഫെബ്രുവരിയിൽ ഇൻഫ്ലേഷൻ അങ്ങനെ നിൽക്കുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ മാത്രം സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. കാര്യം ഫുഡ് ഇൻഫ്ലേഷൻ ആണ് ഇൻഫ്ലേഷനിൽ ഏറ്റവും അപകടം പിടിച്ചൊരു കമ്പോണന്റ്. കാരണം കോമൺ മാനിനെ ഏറ്റവും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന എന്താണ്? ഫുഡിന്റെ വിലക്കയറ്റമാണ്. അപ്പൊ ഈ ഫുഡിന്റെ വിലക്കയറ്റം പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഈ ഹോൾ 5.1% ഇൻഫ്ലേഷൻ്റെ അകത്ത് ഫുഡ് ഇൻഫ്ലേഷനും വരും. അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയെന്നാണ്. ഓക്കെ, അതൊന്നും പഠിക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഇൻഫ്ലേഷനിൽ ഈ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഫ്ലേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിനാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആ കോർ ഇൻഫ്ലേഷൻ യഥാർത്ഥത്തിൽ വിത്തിൻ ദ ലിമിറ്റ് ആണ്, ലെസ് ദാൻ 4% ആണ് ഇപ്പം. അപ്പൊ എന്തായാലും കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് മൊത്തം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. 5.1% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ്. അതിൽ നിന്ന് ഈ ഫ്യൂൽ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്താണ്? കോർ ഇൻഫ്ലേഷൻ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ CAA ഇംപ്ലിമെന്റേഷൻ എന്നൊരു ന്യൂസ് കാണാം. CAA നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഇപ്പോൾ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ചതാണ്. നമ്മൾ അവതരിപ്പിച്ചിട്ട് കുറെ വർഷമായി, 2019 ഇത് വരുന്നത്. പക്ഷെ ഇതനുസരിച്ച് പൗരത്വം കൊടുക്കുന്നതിനുള്ള നിയമങ്ങൾ ഇത്രയും കാലം അവർ ഉണ്ടാക്കിയില്ലായിരുന്നു. പക്ഷെ നിയമങ്ങൾ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കാണ്. അപ്പം ഗ്രൗണ്ട് ലെവലിൽ പുതുതായിട്ട് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് പൗരത്വം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു പ്രോസസ് പൗരത്വം ആർക്കൊക്കെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഒരു ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസ് ഒഴിച്ചുള്ള 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. അതിനവർ പറയുന്ന കാര്യം മുസ്ലിംസ് ആ രാജ്യങ്ങളിൽ 3 ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ഇവര് പറയുന്നത് റിലീജിയസ് പെർസിക്യൂഷൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പീഡനം നേരിടുന്ന ആൾക്കാർക്കാണ് അത് കൊടുക്കുന്നതാണ്. അപ്പം ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിങ്ങൾ അത് നേരിടുന്നില്ല. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരൊരു കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ അവസരങ്ങൾ തേടി അവർ വന്നതാണ്. മറ്റേത് റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ട് വന്നതല്ല. അങ്ങനെ വരുന്നത് ഈ പറഞ്ഞ ഹിന്ദുസും ക്രിസ്ത്യൻസും സിഖുകാരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും പാഴ്സികളാണെന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഈ ഗവൺമെന്റ്, എന്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഈ CAA കൊണ്ടുവരുന്നത്. അപ്പൊ CAA കൊണ്ടുവന്നപ്പോ വെസ്റ്റ് ബംഗാള്, കേരളം,
തമിഴ്നാട് ഇത് നടപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വെറുതെ ഒരു റെട്ടറിക് ആയിട്ട് പറയാനേ ഉള്ളൂ. കാര്യം ഇതിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റുകൾക്ക് യാതൊരു റോളും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതാണ് ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് നോ റോൾ ടു പ്ലേ ഇൻ CAA ഇംപ്ലിമെന്റേഷൻ. കാര്യം നമ്മളുടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത് യൂണിയൻ സബ്ജക്ട് ആണ്. അത് യൂണിയൻ ഗവൺമെന്റ് മാത്രം പെർവ്യൂവിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ നടപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. കാര്യം നടപ്പാക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അതാണ് സ്റ്റേറ്റുകൾക്ക് അതിൽ വലിയ റോളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നടപ്പാക്കി പറ്റൂ. അതാണ് ഹിന്ദുവിൽ ഈ ഒരു ന്യൂസ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ CAA ഇംപ്ലിമെന്റേഷൻ എന്ന്. ഓക്കെ, പിന്നെ ഇത്രയാണ് ആ പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഒരു 2-3 ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേര് അവിടെ ഉണ്ട്. MK സ്റ്റാലിൻ എല്ലാവർക്കും അറിയാം, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. താഴോട്ട് വരുമ്പോൾ ഹിമാന്ത ബിശ്വ ശർമ്മ, ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ അതൊക്കെ ഉള്ളൂ. മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ. അവരുടെയൊക്കെ മെയിനായിട്ട് ഇവരെല്ലാം CAA കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞേക്കുന്നതാണ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം. ഇത് ആക്ച്വലി ഇതിനെതിരെ എഗൻസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ അജിറ്റേഷൻ നടക്കുന്നത് ആസാമിലാണ്. ആസാമിൽ അജിറ്റേഷൻ നടക്കുന്നത് മുസ്ലിംസിന് ഈ ഒരു സിറ്റിസൺഷിപ്പ് നിഷേധിച്ചത് കൊണ്ടല്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇപ്പൊ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അജിറ്റേഷൻ നടക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ സിറ്റിസൺഷിപ്പ് വാസ് ഇംപ്ലിമെന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ഓർ സിറ്റിസൺഷിപ്പ് ഈസ് ഗ്രാൻഡിങ് ടു 6 ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എക്സ്ക്ലൂഡിംഗ് മുസ്ലിംസ്. അപ്പൊ അവിടെ ഒരു റിലീജിയന്റെ ഒരു ബയസ് കൊണ്ടുവന്നുള്ള രീതിയിലാണ് കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. പക്ഷേ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ആസാമിലാണ്. ബട്ട് അത് മുസ്ലിംസിന് ഇത് നിഷേധിച്ചത് കൊണ്ടല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ഏറ്റവും കൂടുതലുള്ള മൈഗ്രൻസ് വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇതിപ്പം ആസാമിലാണ്. അപ്പൊ ആസാമിൽ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ ആസാമിന്റെ മൊത്തം അവരുടെ റിസോഴ്സസ് എല്ലാം ഇവരെല്ലാം കൊണ്ടുപോകും. അപ്പൊ അവിടുത്തെ മൊത്തത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ അത് ഹിന്ദു ആരും ആയിക്കോട്ടെ, വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ വരുന്നു എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആസാമിലൊക്കെ ഈ പ്രശ്നം. ആസാമിൽ വലിയ അജിറ്റേഷൻ നടക്കുന്നുണ്ട് ഇതിന് അഗേൻസ്റ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്സ് പേജ് അടുത്ത പേജിലേക്ക് പോകുമ്പോ അല്ല, ഒരു ആവശ്യം നമുക്ക് ഇല്ല അവിടുത്തെ ന്യൂസുകളൊന്നും. അതെല്ലാം സ്റ്റേറ്റ് ലെവലിലെ ന്യൂസുകളാണ്, നമുക്ക് വലിയ ആവശ്യമൊന്നുമുള്ളതല്ല. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എ ടെയിൽ ഓഫ് 2 എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് പോലെ എഡിറ്റോറിയൽ നമുക്ക് ആവശ്യമുള്ളതല്ലെങ്കിലും വായിക്കുക, അത് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടും വൊക്കാബുലറി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടും. അപ്പൊ എ ടെയിൽ ഓഫ് 2 എന്ന് പറയുന്ന ഈ എഡിറ്റോറിയൽ BJP അതുപോലെ ഇന്ത്യ ബ്ലോക്ക്, ഈ 2 ഗ്രൂപ്പുകളാണല്ലോ ഇപ്പൊ ലോക്സഭ ഇലക്ഷനിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ഗ്രൂപ്പുകളുടെയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള 2 കഥകളാണ് രണ്ടുപേർക്കും ഉള്ളത്. ആദ്യം ഇലക്ഷനൊക്കെ തൊട്ട് മുമ്പ് ഒരു അലയൻസ് ഉണ്ടാക്കിയത് ഇന്ത്യ ആയിരുന്നു. അത് ആണല്ലോ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറഞ്ഞൊക്കെ അവരുണ്ടാക്കി ഇന്ത്യ എന്ന് പേര് വിട്ടത്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് ഈ ഇന്ത്യ അലയൻസ് ബ്രേക്കപ്പ് ആവുകയാണ്. ആ അലയൻസിന്റെ ആർക്കിടെക്ട് ആയിരുന്ന നിതീഷ് കുമാർ ഉൾപ്പെടെ അതിൽ നിന്ന് പോയി BJPയോടൊപ്പം ചേർന്നു. എന്നിട്ട് ഈ ഉള്ള അലയൻസ് പാർട്ട്നേഴ്സ് തന്നെ പരസ്പരം തങ്ങളിൽ അടിയാണ്. അവർക്ക് സീറ്റ് ഷെയറിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല. മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു വെസ്റ്റ് ബംഗാളിൽ. പഞ്ചാബിൽ അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മളെ കേരളം എടുക്കുകയാണെങ്കിൽ വയനാട് തന്നെ രാഹുൽ ഗാന്ധി അവരുടെ അലയൻസ് പാർട്ട്ണറായ CPIയുടെ ലീഡർ ആനി രാജയും തമ്മിൽ മത്സരിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു യൂണിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ. അതേ സമയത്ത് മുമ്പ് നേരത്തെ ഒറ്റയ്ക്ക് നിന്ന BJP അവരുടെ ഒരുപാട് പുതിയ അലയൻസ് പാർട്ട്നേഴ്സിനെ തിരികെ കൊണ്ടുവന്നു. തെലുങ്ക് ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡു, ഞാൻ നേരത്തെ പറഞ്ഞ നിതീഷ് കുമാർ, അങ്ങനെ കുറെ പേര്. അപ്പം ആദ്യം അലയൻസ് ഇല്ലാത്ത BJP ഇപ്പൊ അലയൻസ് ഫോം ചെയ്യുന്നു. അതേസമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ അലയൻസ് ആയിരുന്ന ബ്രേക്കപ്പ് ആയി പോകുന്നു. അതാണ് ഈ ടെയിൽ ഓഫ് 2 എന്നുള്ള പേരിൽ ഈ എഡിറ്റോറിയൽ. ഇത് പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് ഒന്നും വലിയ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഉപയോഗത്തിന് വേണ്ടി മാത്രം എഡിറ്റോറിയൽ വായിക്കുക. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ക്ലോസ്ഡ് ആൻഡ് ഇൻസുലാർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇതും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇതും നമുക്ക് അത്രത്തോളം വലിയ ആവശ്യമുള്ള കണ്ടന്റ് ഒന്നും അല്ല. പോർച്ചുഗൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യൂറോപ്യൻ രാജ്യമാണ്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ ആദ്യമായിട്ട് ഇൻവേഡ് ചെയ്ത യൂറോപ്യൻസ് ആണ് പോർച്ചുഗൽ എന്നൊരു പ്രത്യേകത കൂടെയാണ്. നമുക്കറിയാം പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്ന കഥയൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചുള്ളതാണ്. പക്ഷെ ആ പോർച്ചുഗൽ ഇന്ന് വേൾഡ് അഫയേഴ്സ് നോക്കുമ്പോൾ വലിയ പ്രാധാന്യം എന്നുള്ള രാജ്യമൊന്നും അല്ല. അത്ര വലിയ ഇന്ത്യക്കുള്ളൊരു ഇമ്പോർട്ടൻസ് പോലും പോർച്ചുഗലിന്റെ വേൾഡ് അഫയേഴ്സിലില്ല. പക്ഷെ പോർച്ചുഗലിൽ ഇലക്ഷൻ വലിയ പ്രാധാന്യത്തോടു കൂടി ഇവിടെ കൊടുത്തേക്കാണ്. പോർച്ചുഗൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ വംശജനായ ഗോവൻ വംശജനായ അന്റോണിയോ കോസ്റ്റ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഭരിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ ഈ അന്റോണിയോ കോസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഗവൺമെന്റിനോട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇലക്ഷനിൽ ഇപ്പോൾ അവർക്ക് വലിയ വിജയമൊന്നും ഉണ്ടായില്ല. അവിടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു ട്രെൻഡ് പോലെ അവിടെയും ഫാർ റൈറ്റ് ലീഡേഴ്സ്, അതായത് നമ്മളെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ നരേന്ദ്രമോദിയൊക്കെ പോലുള്ള റൈറ്റ് വിങ് ആയിട്ടുള്ള ലീഡേഴ്സ് യൂറോപ്പിൽ ഉടനീളം ഇലക്ഷനുകളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജോർജിയ മെലോണി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഫാർ റൈറ്റ് ആണ്. അപ്പം ഇവിടെയും അത്തരത്തിലുള്ള ഒരു റൈറ്റ് വിങ് പാർട്ടി ഉയർന്നു വരുന്നു. ആ പാർട്ടിയുടെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഈ ഒരു ഇലക്ഷന്റെ പ്രത്യേകതയായിട്ട്. ഷെഗ എന്നാണ് ആ പാർട്ടിയുടെ പേര്, CHEG. അതൊന്നും വേണ്ട, നമുക്കതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കഥ. പോർച്ചുഗലിലെ ഇലക്ഷൻ, അതാണ് ഈ കഥ. പക്ഷേ ഈ കഥ നമ്മൾ വായിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, എന്നാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കും. ഓക്കെ, അപ്പോ അതൊക്കെയാണ് ആ പേജിലെ 2 എഡിറ്റോറിയൽസിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഖേലോ ഇന്ത്യയെ കുറിച്ച് അനുരാഗ് താക്കൂർ എഴുതിയ ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാം. ഖേലോ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ യൂത്തിന്റെ ഇടയിൽ സ്പോർട്സ് അഫിനിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു സ്പോർട്സ് പ്രോഗ്രാമാണ് ഖേലോ ഇന്ത്യ. അതിപ്പോ ലാസ്റ്റ് എഡിഷൻ ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. പിന്നെ അടുത്തതായിട്ട് ഇല്ല, അവിടെ ഇനി വേറെ ആവശ്യമുള്ളൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഹൗ ഈസ് ന്യൂക്ലിയർ വേസ്റ്റ് ജനറേറ്റർ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളല്ലോ. അതിന്റെ അടുത്ത പേജ് ഇപ്പൊ ന്യൂസ് പേജാണ്. ന്യൂസ് പേജില് 1-2 കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഒന്നെന്ന് പറയുന്നത് SBI സബ്മിറ്റ്സ് ഡേറ്റ ഓൺ ഇലക്ട്രൽ ബോണ്ട്സ് ടു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യം എടുക്കും എന്നൊക്കെ സുപ്രീം കോടതി അവരെ ത്രട്ടൺ ചെയ്തിരുന്നു. അപ്പം ത്രട്ടൺ ചെയ്തിരുന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ത്രട്ടണിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. ഇത് വാൺ ചെയ്തിരുന്നു. അപ്പോ എന്തായാലും SBI അവരുടെ കോർട്ടിന്റെ ഡയറക്റ്റീവ് കേട്ടു, അവര് അനുസരിച്ചു. ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് ആയിട്ട് ബന്ധപ്പെട്ട സകല ഡേറ്റാസും കോർട്ട് ആവശ്യപ്പെട്ടതെല്ലാം കോർട്ടിനല്ല കൊടുക്കേണ്ട, ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് 15 കൂടി അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് ആവശ്യം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണത്, അതും വായിച്ചു നോക്കുക. അതിനടുത്തായിട്ട് താഴെ വരുമ്പോൾ ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്ര ഗ്രാൻഡഡ് 6 month എക്സ്റ്റൻഷൻ എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് ക്വാത്ര. അദ്ദേഹം യഥാർത്ഥത്തിൽ റിട്ടയർ ആവാൻ പോവായിരുന്നു. പക്ഷേ മോഡി ഗവൺമെന്റ് സാധാരണ ചെയ്യുന്നത് പോലെ, സാധാരണ ഈ ടോപ്പ് ബ്യൂറോക്രാറ്റ്സിനൊക്കെ അവരൊരു കുറച്ചു കാലം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്ത് അവരെ കൂടെ കൂട്ടുന്ന ഒരു പതിവ് മോഡി ഗവൺമെന്റ് ഉണ്ട്. അതായത് ഈ കാര്യത്തിൽ അവർ തെറ്റിച്ചില്ല. വിനയ് ക്വാത്രയുടെയും ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ഒരു 6 മാസം കൂടെ കൊടുത്തേക്കാണ്. അപ്പൊ അത് ഒരു ന്യൂസ് ആയിട്ട് നമുക്കവിടെ കാണാം. അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇല്ല, അത് അത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് അവിടെ. അതിന് അടുത്ത പേജിൽ പോകുമ്പോൾ CAA won't impact citizenship of Indian Muslims, says Center എന്ന ഒരു ന്യൂസ് കാണാം. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിംസിനെ ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് സെൻട്രൽ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഹോം മിനിസ്ട്രി അഷർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു വലിയ വിവാദമായപ്പം അവര് പറയുന്നത് ഇതാണ്: ഇത് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിൽ വന്ന ആൾക്കാര്, പ്രത്യേകിച്ച് അഭയാർത്ഥികൾ എന്നുള്ളതിനപ്പുറം അവര് മതവിവേചനം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഇവിടെ വന്നവരാണ്. അപ്പം മുസ്ലിംസിന് കൊടുക്കാത്ത എന്നുള്ള ക്വസ്റ്റ്യന് ഗവൺമെന്റ് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ മതവിവേചനം പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഈ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നില്ല. കാര്യം അവിടെ ഒരു ഭൂരിപക്ഷം ആയതുകൊണ്ട് അതുകൊണ്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഇന്ത്യൻ മുസ്ലിമിനെ അത് ഒരു തരത്തിലും ബാധിക്കത്തില്ല. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ആർക്കെങ്കിലും നിഷേധിക്കുന്നതല്ല. എന്നൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞേക്കുകയാണ്. ഓക്കെ, പിന്നീട് പാനൽ റെക്കമെൻഡ്സ് ലോ ടു റെഗുലേറ്റ് ബിഗ് ടെക് ഫേംസ് എന്ന് പറയുന്ന ന്യൂസ് കാണാം. ഇത് ബിഗ് ടെക് ഫേംസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ എന്നിട്ട് ഫോട്ടോ കൊടുത്തേക്കുന്ന ഗൂഗിളിന്റെ ആണ്. ഗൂഗിള്, ആമസോൺ, ഫേസ്ബുക്ക് അല്ലെ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, ഇതുപോലുള്ള കമ്പനികളെയാണ് ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. ഈ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസിനെ നിയന്ത്രിക്കുന്നതിന് ഒരു ശക്തമായ നിയമം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ കോമ്പറ്റീഷൻ, മൊണോപ്പൊളി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ നിയന്ത്രിക്കാൻ ശക്തമായ നിയമം ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ തന്നെ ഒരു കണക്ക് കൂട്ടൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് അങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത്, കമ്മിറ്റി ഓൺ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അവർ അപ്പോയിന്റ് ചെയ്ത്. ആ കമ്മിറ്റി
കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയാണ് ഫോം ചെയ്തത്. ആ കമ്മിറ്റി ഇപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസ് കൊടുത്തിരിക്കുകയാണ്. അവര് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇത് പണ്ട് നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് ഒക്കെ 2002-ലാണ് നിലവിൽ വന്നത്, 2002. ആ സമയത്ത് നമുക്ക് ഗൂഗിളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഈ പറഞ്ഞ നമ്മളുടെ മെറ്റ എന്ന് പറയുന്ന കമ്പനി അന്ന് ഇല്ല, ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് അതിനുശേഷം ഒരു 2 decades കൊണ്ട് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ രീതിയിൽ ഈ ബിഗ് ടെക് ഫേംസിനെയൊക്കെ അവരുടെ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതികളെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ കൊണ്ടുവരണമെന്നാണ് ഇപ്പൊ അവർ റെക്കമെൻഡേഷൻ കൊടുത്തേക്കുന്നത്. ആ റെക്കമെൻഡേഷൻ അംഗീകരിക്കപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ വരികയും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ ആണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ. അതായത് ട്രേഡ് മര്യാദയ്ക്കാണ് നടക്കുന്നത്, മൊണോപ്പൊളികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊക്കെ എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അതിനടുത്ത പേജ് പോകുമ്പോ അവിടെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, drug regulator warns about മിറോപ്പിനം ഡിസോഡിയം എന്ന് പറയുന്ന മരുന്നുകളെ കുറിച്ച് അവർ വാണിംഗ് കൊടുത്തേക്കാണ്. ഈ നമ്മളുടെ ഡ്രഗ് റെഗുലേറ്റർ ആരാന്ന് അറിഞ്ഞിരിക്കണം. ഡ്രഗ് റെഗുലേറ്റർ എന്നാൽ മരുന്ന് സെക്ടറില്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ റെഗുലേറ്റർ ആണ്. അത് CDSCO ആണ്. CDSCOയുടെ എക്സ്പാൻഷൻ ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ അവിടെ പറഞ്ഞ വേറൊരു ന്യൂസ്, ലോക്സഭാ സെക്രട്ടേറിയറ്റ് സബ്മിറ്റ്സ് അഫിഡവിറ്റ് ഇൻ മഹുവ എക്സ്പെൽഷൻ കേസ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. മഹുവ മൊയ്ത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അവർക്ക് ഇലക്ഷന് മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുത്തേക്കാണ്. പക്ഷെ അവര് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ടൈക്കൂണായ ദർശൻ ഹിരന്താനിക്ക് അവരുടെ ലോക്സഭയിലെ പിന്നെ അവരുടെ ലോഗിൻ ID അതുവരെ ഇയാൾക്ക് ഷെയർ ചെയ്തു എന്നാ പറയുന്നത്, ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഒഫീഷ്യൽ ഇതുപോലുള്ള സീക്രസീസും അല്ലെങ്കിൽ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെയുള്ള പേരിലാണ് ഇവരെ ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി ഇവരെ എക്സ്പെൽ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തതും അങ്ങനെ അവരുടെ MP സ്ഥാനം നഷ്ടപ്പെടുന്നത്. അതിനെതിരെ അവർ കോടതിയെ സമീപിച്ച് ഇരിക്കുകയാണ്. ഇനിയിപ്പം ഇലക്ഷൻ വരികയാണ്, അതുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ട് ഇനിയിപ്പോൾ വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോണില്ല. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് അവിടെ ഉണ്ട്. ലോക്സഭ സെക്രട്ടേറിയറ്റ് സബ്മിറ്റ്സ് അഫിഡവിറ്റ് ഇൻ മഹുവ എക്സ്പെൽഷൻ കേസ് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാണ്. അപ്പൊ അതാണ്. പിന്നെ വേറെ ന്യൂസ് ഉള്ളത്, തേജസ് എയർക്രാഫ്റ്റ് ക്രാഷസ് ഇൻ ജയ്സാൽമീർ ഫസ്റ്റ് സിൻസ് മെയ്ഡൻ ഫ്ലൈറ്റ് ഇൻ 2001 എന്നൊരു ന്യൂസ് കാണാം. ജയ്സാൽമീർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനിലെ മരുഭൂമിയാണ് ഈ ജയ്സാൽമീർ എന്ന് പറഞ്ഞത്. ഇവിടെ തേജസ് എയർക്രാഫ്റ്റ് തകർന്നു. തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ LC ആണ്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ്. തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ്. 2001 തൊട്ട് പറക്കുന്നുണ്ട്, 23 വർഷമായി. ഈ 23 ഇയേഴ്സിനകത്ത് വെച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു തേജസ് എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്നത്. അപ്പം അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ എന്നിട്ട് പോലും ഇന്നലെ അങ്ങനെ സംഭവിച്ചു. നമ്മളെ പൈലറ്റിനൊന്നും പറ്റിയില്ല, അദ്ദേഹത്തിന് സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെയാണ് അത് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ LC എന്ന് പറഞ്ഞാൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ്. അത് ഉണ്ടാക്കുന്ന കമ്പനി അറിഞ്ഞിരിക്കുക, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL. പിന്നെ ഇന്ത്യ വാസ് ദ ടോപ്പ് ആംസ് ഇമ്പോർട്ടർ ഇൻ 2019 to 2023. 2019 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടർ, ആംസ് ഇറക്കുമതി ചെയ്യുന്ന, ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നാണ് സിപ്രി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അവരാണ് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്തത്. സിപ്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ സ്വീഡന്റെ ക്യാപിറ്റലാണ്. അപ്പൊ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. പക്ഷെ എന്നിരുന്നാലും ആയുധങ്ങളുടെ ഇറക്കുമതിയിൽ ഭയങ്കര ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്നിട്ട് പോലും നമ്മളാണ് 1ാം സ്ഥാനത്ത്. അപ്പൊ നമ്മുടെ മുമ്പ് എന്തുമാത്രം ഇറക്കുമതിയാണ് നമുക്ക് ഊഹിക്കാന്നുള്ളത്. ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ അണ്ടറിലൊക്കെ ഒത്തിരി ആയുധങ്ങൾ നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ വി ആർ ദ നമ്പർ 1 കൺട്രി ഇൻ ദ വേൾഡ്.
പിന്നെ ഗവൺമെന്റ് ഇഷ്യൂസ് മാർക്കറ്റിംഗ് കോഡ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഫേംസ്. അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട അവർ ഫോളോ ചെയ്യേണ്ട കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇഷ്യൂ ചെയ്തതാണ്. ഈവൻ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആൾക്കാർ ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്. ആരെല്ലാം കേൾക്കും അതൊക്കെ. അപ്പം അതൊക്കെയാണ് അവിടുത്തെ ന്യൂസ്. അതിനടുത്ത പേജ് വേൾഡ് പേജ്. വേൾഡ് പേജിൽ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത് മസ്ക് ടു ഓപ്പൺ സോഴ്സ് ഹിസ് ഗ്രോക്ക് ചാറ്റ്ബോട്ട് ടു ടാക്കിൾ റൈവൽ ചാറ്റ് GPT. ചാറ്റ് GPTയുടെ ബദലായിട്ട്, ചാറ്റ് GPT നമുക്കറിയാം ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് ചാറ്റ് GPT. ഈ ചാറ്റ് GPT ഓപ്പൺ AI കമ്പനിയുടെ ആണ്. അപ്പം ഇതിന് ബദലായിട്ട് പല പ്രോഡക്റ്റുകളും വന്നു. എലോൺ മസ്കിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നു, അതിന്റെ പേരാണ് ഗ്രോക്ക്. എലോൺ മസ്കിന്റെ പ്രോഡക്റ്റ് ആണ് ചാറ്റ് GPTക്ക് പകരം. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഇന്ത്യൻ ട്രൂപ്സ് ബിഗിൻ മാൽദീവ്സ് വിത്ഡ്രോവൽ ആഫ്റ്റർ ഗവൺമെന്റ് ഓർഡർ എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ പട്ടാളക്കാര് മാൽദീവ്സിൽ നിന്ന് വിത്ഡ്രോ ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു പാഷൻ മാൽദീവ്സിൽ ജനറേറ്റ് ചെയ്ത് ഒരു ആന്റി ഇന്ത്യ ഫീലിംഗ് ഉണ്ടാക്കി ഇലക്ഷൻ ജയിച്ച മുഹമ്മദ് മൊയ്സുന്റെ ഏറ്റവും വലിയ വാഗ്ദാനവും അവർ ഇന്ത്യയോട് വെച്ച ആവശ്യവും അതായിരുന്നു. അപ്പൊ ആ ആവശ്യം ഇന്ത്യക്ക് നിരസിക്കാൻ പറ്റുള്ളൂ. സിൻസ് മാൽദീവ്സ് ഈസ് എ സോവറിൻ നേഷൻ, ഇന്ത്യ ഹാസ് ടു റെസ്പെക്ട് ദെയർ നീഡ്സ്. നമ്മളുടെ പട്ടാളത്തിന് അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടതാണ്, ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല എത്ര കുഞ്ഞു രാജ്യമാണെങ്കിൽ. അപ്പൊ ഇന്ത്യ അവിടെ നിന്ന് ഇന്ത്യൻ പട്ടാളത്തിനെ പതുക്കെ വിത്ഡ്രോ ചെയ്ത് തുടങ്ങി എന്നൊരു ന്യൂസ് അവിടെ കാണാം. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ചൈനയുമായിട്ട് ഒരു ഡിഫൻസ് കരാർ സൈൻ ചെയ്യുകയും ചെയ്തു. അവരുടെ പട്ടാള ഓഫീസേഴ്സിനെയും ഒക്കെ പരിശീലിപ്പിക്കുന്നതൊക്കെ മുമ്പ് ഇന്ത്യക്കാരായിരുന്നു, അതൊക്കെ അവർ ചൈനയ്ക്ക് ഏൽപ്പിച്ചു. ചൈന ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതൊക്കെയാണ് ന്യൂസിൽ കാണുന്നത്. പിന്നെ ഇസ്രായേൽ ഹമാസ് വാർ അവിടെ റംസാനൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു എൻഡും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസും അവിടെ ഉണ്ട്. പിന്നെ ഹെയ്ത്തി PM പ്രോമിസസ് ടു ക്വിറ്റ് ആഫ്റ്റർ ഫോമിങ് എ ട്രാൻസിഷണൽ കൗൺസിൽ എന്നൊരു ന്യൂസ് കാണാം. ഹെയ്ത്തി എന്നുള്ള രാജ്യമുണ്ട്. ഈ ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഭയങ്കര ഇന്റേണൽ വാർ നടന്നുകൊണ്ടിരിക്കുക, സിവിൽ വാർ, അവിടെ ഗ്രൂപ്പുകൾ തങ്ങളിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പേര് ഏരിയൽ ഹെൻറി എന്നാണ് ഹെയ്ത്തി എന്ന് പറയുന്ന കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററുടെ പേര്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് ജാൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സ്ലോസ് ടു 3.8% എന്നുള്ള ന്യൂസ് ആണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് IIP വെച്ചാണ്. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എല്ലാ മാസവും നമ്മളുടെ മൊത്തം ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് 3.8% ആയിട്ട് കുറഞ്ഞു എന്നാണ് കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഏതാണ്ട് 8% ആയിരിക്കുമെന്ന് CEA പറഞ്ഞിരിക്കുന്നു. CEA നമുക്ക് എല്ലാവർക്കും അറിയാം, ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് CEA എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത് നാഗേശ്വരനാണ്. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത് നാഗേശ്വരൻ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഓൾമോസ്റ്റ് 8% ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇയർ. ഓൾമോസ്റ്റ് 8% എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 8% ക്രോസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ്. 8% ആയിരിക്കുന്നതാണ് ഈ ഇടയ്ക്ക് മൂഡീസ് പറഞ്ഞത്. മൂഡീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി പറഞ്ഞത് 8% ആയിരിക്കുന്നു. CEA ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത് നാഗേശ്വരൻ പറഞ്ഞത് ഏതാണ്ട് 8% ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നു. ഓക്കെ, പിന്നെ ഇത്രയാണ് ആ പേജിലെ ന്യൂസുകൾ. അതിനടുത്ത പേജില് രഞ്ജി ട്രോഫിയുടെ ഫൈനൽ വിദർഭയും മഹാരാഷ്ട്രയുടെ തന്നെ വിദർഭയും മുംബൈയും. മഹാരാഷ്ട്ര എന്നുള്ള സ്റ്റേറ്റിന്റെ 2 ടീമുകളാണ്. ഇപ്പൊ കേരളത്തിലെ ഇപ്പം ട്രാവൻകൂർ എന്നും അല്ലെങ്കിൽ കേരള എന്നും പറഞ്ഞ 2 ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ വന്ന് മത്സരിക്കുന്നത് ആലോചിച്ച് നോക്കി. ആര് ജയിച്ചാലും എല്ലാവർക്കും സന്തോഷമായിരിക്കും. കാര്യം നമുക്ക് എല്ലാം നമ്മുടെ സ്റ്റേറ്റ് ആണല്ലോ. അതുപോലെയാണ് മഹാരാഷ്ട്രയുടെ വിദർഭയും മുംബൈയും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്. പിന്നെ ICCയുടെ പ്ലെയർ ഓഫ് ദ മന്ത് ഫോർ ഫെബ്രുവരി യശസ്വി ജയ്സ്വാൾ. സ്വാഭാവികമായിട്ട് അത് യശസ്വി ജയ്സ്വാൾ തന്നെ ആയിരിക്കും. കാര്യം അത്ര വലിയ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായിട്ട് യശസ്വി ജയ്സ്വാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പണിംഗ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റ്സ്മാനായ യശസ്വി ജയ്സ്വാൾ ആണ് ICCയുടെ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടിയത്.
പിന്നെ നൊവാക് ഡോക്കോവിച്ചിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയ നൊവാക് ഡോക്കോവിച്ചിനെ കുറിച്ച്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പത്രത്തിലെ ന്യൂസുകൾ. ഇനി ഇന്നത്തെ പത്രം ഒന്ന് നോക്കാം. ഇന്നത്തെ പത്രത്തിലേക്ക് പോകുമ്പോ SC firm tells SBI to share poll bond details today. ഇന്നലെ തന്നെ, അത് കഴിഞ്ഞ കാര്യമാണ്. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഒരു അപ്പീലും കേൾക്കത്തില്ല, ജൂൺ വരെ പോയിട്ട് ഒരു ദിവസം പോലും സമയം എക്സ്ട്രാ തരാൻ പറ്റത്തില്ല. SBI എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. നോ നീഡ് ഫോർ മാച്ചിങ്. അതായത് അവർ അതിനാണ് യഥാർത്ഥത്തിൽ സമയം ചോദിച്ചത്. അത് യഥാർത്ഥത്തില് ഈ പോൾ ബോണ്ട് ഇഷ്യൂ വാങ്ങിയതാര്, ഇത് ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള മാച്ചിങ്. സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ അങ്ങനെ മാച്ചിങ് ഒന്നും വേണ്ട, ഈ ഡേറ്റ തന്നാൽ ആദ്യം. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ആവശ്യമുള്ള ന്യൂസ്, വലിയൊരു അച്ചീവ്മെന്റ് ഇന്ത്യക്ക് ഉണ്ടായതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂസ്. ടെസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് അഗ്നി 5 വിത്ത് MIRV സക്സസ്ഫുൾ. എന്താണ് MIRV? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. MIRV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. MIRV ടെക്നോളജി ഉള്ള ഇന്ത്യയുടെ അഗ്നി 5 മിസൈൽ ഏതാണ്ട് 6000 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് എന്താണ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന് മൾട്ടിപ്പിൾ വാർഹെഡ്സ് വഹിക്കാൻ പറ്റും. അതായത് പല സ്ഥലങ്ങളിൽ പോയി പ്രഹരിക്കാൻ ഒറ്റ മിസൈൽ മതി. സാധാരണ മിസൈലുകളുടെ പ്രത്യേകം എന്താണ്, ഒരു വാർഹെഡേ കാണുള്ളൂ, ഒരു സ്ഥലത്ത് മാത്രമേ അതിന് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല, പല സ്ഥലങ്ങളിൽ ഇൻക്ലൂഡിങ് ഒരു ന്യൂക്ലിയർ വാർഹെഡും അതിൽ പിടിപ്പിക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള അഗ്നി 5ന്റെ നോർമൽ വെർഷനും ഉണ്ട്, ഇപ്പൊ MIRV വെർഷനും ഉണ്ട്. MIRV വെർഷന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. അതാപാടെ US, റഷ്യ, ചൈന പോലുള്ള ചില സെലക്ട് രാജ്യങ്ങൾക്ക് ഉള്ളൂ. DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇതിനെ ടെസ്റ്റ് ഫെയർ ചെയ്തത് APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നാണ്. APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയിലാണ്. പഴയ അതിന്റെ പേര് വീലർ ഐലൻഡ് എന്നായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ്, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിന്റെ ബഹുമാനാർത്ഥമാണ് ഈ മിസൈൽ, ഈ ഒരു വീലർ ഐലൻഡിന് APJ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പേര് കൊടുത്തത്. പിന്നെ സെന്റർ നോട്ടിഫൈ CAA റൂൾസ്, അതിന്റെ ബേസിലാണല്ലോ ഇന്നത്തെ ന്യൂസുകളല്ല, അപ്പൊ അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അതിനടുത്ത പേജ് പോവാം. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ അതിന്റെ അടുത്ത പേജില് സുഖു ലീഡ്സ് പാർട്ടി പ്രൊസഷൻ പ്രോമിസസ് ടു കംപ്ലീറ്റ് ഫുൾ ടൈം. അത് ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ഇപ്പം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്. നമുക്കറിയാം അവിടുത്തെ ഗവൺമെന്റ് ഏത് സമയവും താഴെ പോകുന്ന ഒരു അവസ്ഥയിലാണ്. അതിനെ കുറിച്ചുള്ളതാണ്. പിന്നെ മോഡി ടു ലോഞ്ച് 205 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ് സ്റ്റാൾസ് ഫോർ സദേൺ റെയിൽവേ എന്നൊരു ന്യൂസ് ആണ്. ഇതെന്താണ് ഈ 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഭവം? അത് ഈ ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേ മിനിസ്റ്റർ കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഗതി. വേറെ ഒന്നുമല്ല, ഓരോ റെയിൽവേ സ്റ്റേഷനിലും അവിടുത്തെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ, എനിക്ക് തോന്നുന്നു ഒരു 15 ഡേയ്സോ മറ്റോ ആണ് ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ. അങ്ങനെ അതിനെ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്നുണ്ട്. അവരവിടെ സ്റ്റാളുകൾ ക്രിയേറ്റ് ചെയ്യും റെയിൽവേ സ്റ്റേഷനുകളിൽ. ഈ സ്റ്റാളുകളിൽ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാം. അങ്ങനെ ഇന്ത്യ മുഴുവനും ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ അവിടുത്തെ ലോക്കലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനും അങ്ങനെ അതിനെ പോപ്പുലറൈസ് ചെയ്യാനും അങ്ങനെ അതിന്റെ കൊമേഴ്സ്യൽ ആസ്പെക്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെയിൽവേ മിനിസ്ട്രി വഴി നടപ്പാക്കുന്ന ഒരു സ്കീമാണ് 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ നെയിംസ് ആൻഡ് ബോർഡ്സ്. അതിന് ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, പക്ഷെ എഡിറ്റോറിയൽ അത് വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടന്റ് അറിയാവുന്നതുകൊണ്ട്. നെയിംസ് ആൻഡ് ബോർഡ്സ് എന്താണ്? സുപ്രീം കോടതിയോട് SBI ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണമെന്ന്, ജൂൺ വരെ. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു ഇത്രയും കാലം നിങ്ങൾ ഉറങ്ങുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പോൾ ബോണ്ടുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയിട്ട് സുപ്രീം കോടതി ഈ SBIയോട് ഈ കാര്യം നിങ്ങൾ എത്രയും ഈ പറഞ്ഞ മാർച്ച് 6 മുമ്പ് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് തരുക, മാർച്ച് 13 15 കണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് 2-3 ആഴ്ചയായി. എന്നിട്ട് അവരത് ഈ അന്നൊന്നും പറയാതെ ഇതിലെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ടൈം കുറച്ചുകൂടെ വേണമെന്നുള്ള കാര്യം ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്ന് പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ കയ്യിൽ റെഡിലി അവൈലബിൾ ആയിട്ട് ഡാറ്റ തന്നാൽ മതി എന്നുള്ള രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നേരിടേണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് SBIയോട് സുപ്രീം കോടതി പറഞ്ഞു. അതിനെ കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ പൊളിറ്റിക്സ് ആൻഡ് പാസ് ഓവേഴ്സ്. ഇത് നിങ്ങള് സംഭവം വേറൊന്നുമല്ല, ഈ നമ്മളുടെ ഇതുണ്ടല്ലോ ഓസ്കാർ അവാർഡ്സിന്റെ വേറൊരു പേരെന്താണ്,
അക്കാഡമി അവാർഡ്സ് ഓസ്കാർ അവാർഡ്സിനെ പറയാറുണ്ട്. അക്കാഡമി അവാർഡ്സ് ഓസ്കാർ അവാർഡ്സിനെ പറയാൻ കാര്യം അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആണ് ഈ ഓസ്കാർ അവാർഡ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അക്കാഡമി അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇപ്രാവശ്യം ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു 6-7 ഓസ്കാർ അവാർഡ് കിട്ടിയതിന്റെ കാര്യമൊക്കെ ഉണ്ട്. അതില് ഡൊണാൾഡ് ട്രംപിന്റെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഓസ്കാർ വേദിയിൽ പുരസ്കാരങ്ങൾ കിട്ടിയതിനെ കുറിച്ചും ഒക്കെയാണ് ഈ പൊളിറ്റിക്സ് ആൻഡ് പാസ് ഓവേഴ്സ് എന്ന് പറഞ്ഞ് ഉള്ള എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓസ്കാർ അവാർഡുകൾ പ്രധാനമായിട്ട് കിട്ടിയത് ആർക്കൊക്കെ നടന്നിരിക്കുക, അതിന്റെ ഏത് ഫിലിമിനാണ് കിട്ടിയത്, ഏത് ഡയറക്ടറാണ്, അതുപോലെ ബെസ്റ്റ് ആക്ടർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് അടുത്ത പേജുകളിൽ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓസ്കാർ അവാർഡിന് അക്കാഡമി അവാർഡ്സ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആണ് ഓസ്കാർ അവാർഡുകൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അതിനടുത്ത പേജ് പിന്നെ വൈ ഡിഡ് ടോപ്പ് കോർട്ട് റിജക്ട് SBI പ്ലീ, അതിനെ കുറിച്ചൊരു വലിയൊരു ആർട്ടിക്കിൾ, അത് വേണമെന്നുള്ളൊരു വായിച്ചു നോക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളൂ. പിന്നെ ASI told to conduct scientific survey of ഭോജശാല കോംപ്ലക്സ്. അത് വീണ്ടും ഒരു ടെമ്പിൾ മോസ്ക് പ്രശ്നമാണ്. ഇത് മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു. മധ്യപ്രദേശിലാണ്. അപ്പൊ ASI എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. താഴോട്ട് വരുമ്പോ ലിബറൽ ഡെമോക്രസി ഹാസ് ഡിക്ലൈൻ സിഗ്നിഫിക്കന്റ്ലി ഇൻ ഇന്ത്യ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ഡെമോക്രസി റിപ്പോർട്ട് 2024 എന്ന് പറയുന്ന റിപ്പോർട്ട് ഗോതൻബർഗ് എന്ന് പറയുന്ന സ്ഥലം ബേസ്ഡ് ആയിട്ടുള്ള VDEM ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഡെമോക്രസി എന്നുള്ളതിന്റെയാണ് VDEM എന്ന് പറയുന്നത്. VDEM ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവരാണ് ഈ ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റഡികൾ നടത്തിയിട്ട് ലോകത്തിലെ ഓരോ രാജ്യങ്ങളെയും അവിടെ എത്രത്തോളം ജനാധിപത്യം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവര് ക്ലാസിഫൈ, അവർ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഇങ്ങനെ 4ആയിട്ടാണ്: ഇലക്ട്രൽ ഡെമോക്രസി, ലിബറൽ ഡെമോക്രസി, ഇലക്ട്രൽ ഡെമോക്രസി, ഇലക്ട്രൽ ഓട്ടോക്രസി ആൻഡ് ക്ലോസ്ഡ് ഓട്ടോക്രസി. ഇതിൽ ഇന്ത്യയെ ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ്. അതായത് ഇന്ത്യയിൽ ഡെമോക്രസി ഭയങ്കരമായിട്ട് കുറയുന്ന ഒന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയെ കുറിച്ച് അത് പറയുന്നു. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോ ഈ പേജിലെ ന്യൂസുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. കൂടുതലും CAA കുറിച്ചുള്ളതാണ്. നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ചൈന രജിസ്റ്റേഴ്സ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് PM's വിസിറ്റ് ടു അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ ഒരെണ്ണമായ അരുണാചൽ പ്രദേശിൽ വിസിറ്റ് നടത്തിയപ്പോൾ ചൈന പ്രൊട്ടസ്റ്റ് ചെയ്തേക്കുന്നു. മുമ്പ് AK ആന്റണിയൊക്കെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള സമയം തൊട്ട് ആന്റണിയൊക്കെ വിസിറ്റ് നടത്തുമ്പോഴത്തേക്ക് ഇത് ചൈനക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അരുണാചൽ പ്രദേശ് അവരുടെ സ്ഥലമാണ്, അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോ മിനിസ്റ്റേഴ്സിനോ പ്രൈം മിനിസ്റ്ററിനോ ഒന്നും അവിടെ പോകാനുള്ള അവകാശമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതിന് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ റെബ്യൂട്ടൽ കൊടുക്കാറുണ്ട്. മോഡി അവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ പിന്നീട് അവിടെ ഇപ്പോ ഒരു ഓൾ വെതർ ടണലൊക്കെ ഇനാഗുറേറ്റ് ചെയ്തു. സെല എന്ന് പറഞ്ഞ ടണൽ, SELA ടണൽ, ഞാൻ നിങ്ങളത് പറഞ്ഞാണ്. സെല എന്ന് പറഞ്ഞ ടണൽ ഇതിന്റെ പ്രത്യേകത വേൾഡിലെ ഏറ്റവും വലിയ ബൈ ഡയറക്ഷണൽ ടണലാണ്. 2 സൈഡിലോട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടണലാണ് സെല. അത് അരുണാചൽ പ്രദേശിലെ തവാങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ലിങ്ക് ആണ്. ഇത് ബോർഡർ ഏരിയാസിലെ ഡെവലപ്മെന്റ് കൂടുതൽ സ്പീഡിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതൊക്കെയാണ് അവർ കൂടുതൽ അനോയ് ചെയ്യിപ്പിച്ച ചൈനയെ. അപ്പം ചൈന പറയുന്നത് ഈ പറഞ്ഞ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അവരാണെന്ന് മാത്രമല്ല, അവർ അരുണാചൽ പ്രദേശിന് പേര് വിട്ടിട്ടുണ്ട്. അവരുടെ മാപ്പിൽ അരുണാചൽ പ്രദേശ് അവരുടെ സ്ഥലമായിട്ടാണ് കാണിക്കുന്നത്. സംഗൻ എന്നാണ് അവർ അരുണാചൽ പ്രദേശിന് ഇട്ടേക്കുന്ന പേര്. ചൈന ISNGA. പിന്നെ സെന്റർ സയൻസ് 200 crore പാക്ട് ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റംസ്. അത് ഏത് കമ്പനിയുമായിട്ടെന്നോ അല്ലെ എത്ര കോടി രൂപയുണ്ടെന്നൊന്നും നമ്മൾ അറിയണ്ട. നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. IDEX എന്താണെന്ന് അറിഞ്ഞിരിക്കുക. IDEX, I സ്മോൾ ലെറ്റർ, ബാക്കി എല്ലാം ക്യാപിറ്റൽ. IDEXന്റെ എക്സ്പാൻഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് IDEX. അതിന്റെ എക്സ്പാൻഷൻ ഇന്നവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്നാണ്. ഇന്നവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ്. അത് നമ്മളുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അവര് ആണ് ഈ പറഞ്ഞ 200 crore ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഫോർ ആർമി ആൻഡ് എയർഫോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്പനിയായിട്ടൊക്കെ ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് ഇന്ത്യക്കകത്ത് തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി ഇന്ത്യയെ ഇതിലൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ഈ IDEX എന്ന് പറയുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക.
IDXന്റെ CEO വിവേക് വീരമണിയാണ്. വിർമാനി എന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീരമണി എന്ന് ഞാൻ വായിച്ചു. നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് ആ പേജിൽ ആവശ്യമുള്ള ന്യൂസുകൾ. അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഗോവൻ ഒറിജിൻ പോർച്ചുഗീസ് PM കോസ്റ്റ ബോസ് ഔട്ട്. ഈ പറഞ്ഞ ഇതാണല്ലോ ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ എഡിറ്റോറിയൽ. ഗോവയിൽ പോർച്ചുഗലിൽ ഇലക്ഷൻ, പോർച്ചുഗീസുകാർക്ക് ഗോവയുമായിട്ടൊരു ബന്ധമുണ്ട് നമുക്കറിയാം. നമുക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ശേഷം ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നതും പിന്നെ 1960s ബിഗിനിങ്ങിൽ ഒരു സൈനിക നടപടി കൂടിയാണ് ഗോവ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയെന്നും അതുകൊണ്ടാണ് UCC യൂണിഫോം സിവിൽ കോഡ് ഗോവയിൽ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പാക്കിയ സ്റ്റേറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് ഉത്തരാഖണ്ഡിനാണ്. കാര്യം ഗോവയിലുണ്ടായിരുന്നത് പോർച്ചുഗീസുകാർ നടപ്പാക്കിയ UCC ആണ്. അപ്പം ഈ ഗോവൻ വംശജനായിട്ടുള്ള പ്രൈം മിനിസ്റ്ററാണ് അന്റോണിയോ കോസ്റ്റ. പക്ഷെ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ. അവിടെ വേറെ പ്രൈം മിനിസ്റ്ററിനെ ഉടനെ വരും. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഗോവൻ ഒറിജിൻ പോർച്ചുഗീസ് PM കോസ്റ്റ ബോസ് ഔട്ട്. പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ അതാണ് ലിസ്ബൺ, LISBON. പിന്നെ പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ കുറിച്ചൊരു ന്യൂസ് കാണാം. അതുപോലെ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ, അദ്ദേഹം ഭയങ്കര വലിയൊരു ട്രംപിന്റെ ആരാധകനാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ. വിക്ടർ ഓർബൻ പറഞ്ഞേക്കുന്നു, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ ഒരു പെന്നി പോലും യുക്രൈനിന് യുദ്ധം ചെയ്യാൻ കൊടുക്കില്ല എന്ന് വിക്ടർ ഓർബൻ പറഞ്ഞേക്കാണ്. ട്രംപ് അദ്ദേഹത്തോട് അത് പറഞ്ഞെന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടും. ആർക്ക്? യുക്രൈന് യുദ്ധം ചെയ്യാൻ. നാറ്റോ റേസസ് സ്വീഡിഷ് ഫ്ലാഗ് അറ്റ് ഓഫീസ് സീലിംഗ് ഇറ്റ്സ് മെമ്പർഷിപ്പ്. നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്വീഡന്റെ ഫ്ലാഗ് വെച്ചെന്നാണ്. നാറ്റോ നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നാറ്റോ. അതിലെ 32ാമത്തെ മെമ്പറായിട്ട് സ്വീഡൻ ഇപ്പോ സ്വീഡൻ ജോയിൻ ചെയ്തു. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണത്. പിന്നെ ഓപ്പൺഹൈമർ സ്വീപ്സ് മേജർ അവാർഡ്സ് അറ്റ് ഓസ്കാർസ് എന്നൊരു ന്യൂസ് നമുക്ക് അവിടെ കാണാം. അത് ഞാൻ പറഞ്ഞ ഓസ്കാറിലെ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ അറിഞ്ഞിരിക്കുക. അത് ബെസ്റ്റ് മൂവി ഓപ്പൺഹൈമർ ആണ്. ബെസ്റ്റ് ഫിലിം മൂവിയുടെ ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ ആണ് ബെസ്റ്റ് ഡയറക്ടർ. അതുപോലെ അതിലെ ലീഡ് റോൾ ചെയ്ത സിലിയൻ മർഫിയാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് അവാർഡുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എല്ലാം ഇരുന്ന് കാണാൻ പഠിക്കേണ്ടതല്ല, വേണ്ട. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ എമ്മ സ്റ്റോൺ ആണ് ബെസ്റ്റ് ആക്ട്രസ്. ഇത്രയൊക്കെ മതി അവാർഡുകൾ. ഇന്ത്യക്കാർക്കാർക്കെല്ലാം അവാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിക്ക് ഇത്രയൊക്കെ മതി. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകും. അതിനടുത്ത പേജിൽ പോകുമ്പോ സെബിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇവിടെയുണ്ട്. സെബി നമുക്കറിയാം ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്, കൊമോഡിറ്റി മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്. ഷെയർ മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിനെയും റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ പഠിക്കണ്ട. സെബിയുടെ ചെയർപേഴ്സൺ ആരെന്ന് അറിഞ്ഞിരിക്കുക, മാധബി പുരി ബുച്ച് ആണ്. മാധബി അവരുടെ പേര്, അവരുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. മാധബി പുരി ബുച്ച്, ഇവരാണ് സെബിയുടെ ചെയർപേഴ്സൺ. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. സെബിയുടെ ഫസ്റ്റ് വുമൻ ചെയർപേഴ്സൺ ആണ് മാധബി പുരി ബുച്ച് എന്ന് പറയുന്നത്. പിന്നെ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് SBI ലീഡ് സെൻസെക്സ് ലോവർ. സെൻസെക്സ് എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. പിന്നെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് കുമാരമംഗലം ബിർള. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കാണാം, കുമാരമംഗലം ബിർള. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.